പ്രായം ഉള്ള സ്ത്രീയാണ്, എന്നാൽ കോടതിയിൽ തെളിവാണ്. എന്താണ് എന്നതാണ് ചോദ്യം. അതായത് ഒരുപാട് പ്രായമുള്ള സ്ത്രീയാണ്, എന്നാൽ കോടതിയിൽ തെളിവാണ്. എന്താണ്? രസകരമായൊരു കമൻസ് ഉണ്ടായിരുന്നു. കറക്റ്റ് കമൻസിലെ ഉത്തരം പറഞ്ഞു. അപ്പോൾ ശരിയായ ഉത്തരം എന്താണ്? തൊണ്ടിയാണ്, തൊണ്ടി. അതായത് നമ്മൾ പ്രായമുള്ള സ്ത്രീകളെ, ഒരുപാട് പ്രായമുള്ള സ്ത്രീകളെ തൊണ്ടി എന്ന് വിളിക്കാറുണ്ട്. പ്രായമുള്ള പുരുഷന്മാരെ തൊണ്ടൻ എന്നുമാണ് വിളിക്കാറ്. ഈ തൊണ്ടി എന്ന് പറയുന്ന സാധനം കോടതിയിൽ തെളിവാണ്. ഏതെങ്കിലും കേസിൻ്റെ തൊണ്ടി മുതൽ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുകയല്ലേ. അപ്പോൾ പ്രായമുള്ള സ്ത്രീ, ഒരുപാട് പ്രായമുള്ള സ്ത്രീയാണ്, കോടതിയിൽ തെളിവാണ്. ഉത്തരം തൊണ്ടി. തൊണ്ടി മുതൽ കോടതിയിൽ തെളിവാണ്. പ്രായമുള്ള സ്ത്രീയെ തൊണ്ടി എന്നും വിളിക്കാറുണ്ട്. അതായത് കൃത്യമായി ഭാരം കണക്കാക്കാൻ പറ്റാത്ത തൂക്കൽ ഏതെന്നാണ്. അത് നമ്മൾ 5 കിലോ പഞ്ചസാര തൂക്കിക്കഴിഞ്ഞാൽ നമുക്ക് 5 കിലോ തന്നെ ഉണ്ടാവും അല്ലേ. പക്ഷേ കൃത്യമായിട്ട് ഭാരം പറയാൻ പറ്റാത്ത തൂക്കൽ ഏത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ക്യാമറ ഓണാക്കിനാ, ഉറക്കം വന്നു പോയി, പെട്ടെന്ന് ഉറക്കം തൂക്കിപ്പോയതാ. ആൻസർ ഉറക്കം തൂക്കലാണ്. ഉറക്കം തൂങ്ങുക അല്ലെങ്കിൽ ഉറക്കം തൂക്കുക എന്ന് പറയും. അതിൻ്റെ ഭാരം എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓരോ ആളുടെ ഉറക്കത്തിൻ്റെ പവർ അനുസരിച്ച് ചില ആൾ ഇങ്ങനെ തൂക്കും, ചില ആൾക്കാർ ഇങ്ങോട്ട് തൂക്കും. എങ്ങനെ വേണം തൂക്കാം. അതായത് കൃത്യമായിട്ട് ഭാരം പറയാൻ പറ്റാത്ത തൂക്കലാണ് ഉറക്കം തൂക്കൽ. വള്ളി ഇട്ടാൽ വടിയാകുന്നത് എന്താണെന്ന് ചോദ്യം. നമ്മൾ ചില വെയിറ്റ് ഹോട്ടലിലൊക്കെ പോയി നമ്മളൊരു മസാല ദോശ ഓർഡർ ചെയ്തു. കൂടെ ഉണ്ടാവും ഒരു വലിയ വടയും കൂടി കൊണ്ടു തരുന്നുണ്ടാവും. നമ്മൾ വട വേണ്ടെന്ന് പറഞ്ഞല്ലോ, അല്ല അത് ഇതിൻ്റെ കൂടെ അങ്ങനെ ഒപ്പരം വരുന്ന സംഭവമാണ്, അത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ ഇതാവും എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പൈസ കൂടി അവർ വാങ്ങും. ചില ആൾക്കാർ വട വേണ്ടെങ്കിൽ തിരിച്ചങ്ങോട്ട് എടുക്കും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം വള്ളിയിട്ടാൽ വടിയാകുന്ന ഉത്തരം വടയാണ്. മനസ്സിലായല്ലോ? ഓക്കെ. 5 ഗുളിക അരമണിക്കൂർ ഇടവിട്ട് കഴിക്കാൻ എത്ര സമയം വേണം എന്നാണ് ചോദ്യം. അതായത് 5 ഗുളിക അരമണിക്കൂർ ഇടവിട്ട് കഴിക്കാൻ എത്ര സമയം വേണം എന്നുള്ളതാണ് ചോദ്യം. ശരിക്കും എത്രയാണോ? അതായത് 5 ഗുളിക അരമണിക്കൂർ ഇടവിട്ട് കഴിക്കാൻ എത്ര ടൈം വേണം? ഉത്തരം 2 മണിക്കൂറേ വേണ്ടു. അപ്പോൾ എന്തുകൊണ്ട് 2 മണിക്കൂർ എന്ന് ചോദിക്കും. അതായത് 5 ഗുളികയിൽ ആദ്യത്തെ ഗുളിക കഴിക്കാൻ നമ്മൾ അരമണിക്കൂർ ഇടവേള കൊടുക്കുന്നില്ല. ആദ്യം നമ്മൾ ഒരു ഗുളിക കുടിച്ചു, പിന്നീട് 4 ഗുളിക ഉള്ളത്. അപ്പം അരമണിക്കൂർ ഇടവിട്ടൊന്ന് കുടിച്ചു, അരമണിക്കൂർ ഒന്ന് ഇടവിട്ട് വെച്ചു, അരമണിക്കൂർ ഒന്ന് ഇടവിട്ട് വെച്ചു, അരമണിക്കൂർ ഒന്ന് ഇടവിട്ട് വെച്ചു. അതായത് 5 ഗുളിക അരമണിക്കൂർ ഇടവിട്ട് കഴിക്കാൻ നമുക്ക് വേണ്ട സമയം 2 മണിക്കൂറാണ്. കാരണം ആദ്യത്തെ ഗുളിക കുടിക്കാൻ വേണ്ടി നമ്മൾ അരമണിക്കൂർ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, മനസ്സിലായല്ലോ? ഒരു സംഖ്യയും ദിവസത്തിലെ ഒരു സമയവും ചേർന്ന കൂടിച്ചേരൽ ഏത് എന്നായിരുന്നു ചോദ്യം. അതായത് ഒരു സംഖ്യയും ഒരു ദിവസത്തെ സമയവും ചേർന്ന കൂടിച്ചേരൽ. ഉത്തരം ഉച്ചകോടിയാണ്. ഉച്ചകോടി. കോടി എന്ന് പറയുന്നത് ഒരു സംഖ്യയാണ്. ഉച്ച എന്ന് പറയുന്നത് ദിവസത്തിലെ ഒരു സമയമാണ്. രാവിലെ, ഉച്ച, രാത്രി. ഈ 3 സമയമാണ് നമ്മുടെ ദിവസങ്ങളിൽ പറയുന്ന സമയം അല്ലേ. രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി. ഡോക്ടർമാർ മെഡിസിൻ എഴുതി കൊടുക്കും പറയും രാവിലെ കഴിക്കുക, ഉച്ചയ്ക്ക് കഴിക്കുക, രാത്രി കഴിക്കുക എന്ന് പറയും അല്ലേ. അപ്പോൾ അതായത് ഉച്ച എന്ന് പറയുന്ന സമയം, കോടി എന്ന് പറയുന്ന സംഖ്യയും ചേർന്നാണ് ഉച്ചകോടി. പല രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കൂടിച്ചേരലാണ് ഉച്ചകോടി എന്ന് പറയുന്നത്.